അപ്പോൾ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ നമ്മുടെ മറൈൻ എക്സ്പോ തുടങ്ങിയിട്ടുണ്ട്. ആഴക്കടലിലെ വിസ്മയ കാഴ്ചകളുമായിട്ട് മത്സ്യകന്യകമാർ എന്ന ടൈറ്റിലോട് കൂടിയാണ് നമ്മുടെ മറൈൻ എക്സ്പോ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ മറൈൻ എക്സ്പോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എല്ലാ ജില്ലയിലും മറൈൻ എക്സ്പോ വന്നിട്ട് പോയപ്പോൾ കൊച്ചിക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എപ്പോഴാണ് ഇവിടെ വരാമെന്ന്. എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 17 മുതൽ നമ്മുടെ ദർബാർ ഹാളിൻ്റെ സൈഡിലായിട്ട് എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാണ് നമ്മുടെ മറൈൻ എക്സ്പോ നടക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ബോറടിച്ചിരിക്കുന്ന സമയത്ത് നേരെ എക്സ്പോയിലേക്ക് വന്നേക്ക്. അപ്പം നമുക്ക് നേരെ കടലിനകത്തേക്ക് കയറാം. ബാപ്പോരെ. സ്റ്റാർട്ടിങ് ദിവസമായതുകൊണ്ട് തിരക്കൊക്കെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് സമാധാനമായി മത്സ്യങ്ങളുമായി സംസാരിക്കാനും ഇടപെടുകാനും സമയം ആവശ്യം പോലെ ഉണ്ട്. സാധാരണ വീട്ടിലൊക്കെ ഒരു ഗോൾഡ് ഫിഷിനെയൊക്കെ എല്ലാവരും ഇട്ട് വെക്കാറ്. ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒരു കുറ്റി പോലെ തക്കറ നിറച്ച് ഗോൾഡ് ഫിഷിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയേക്കുക. ഇവർ കുറേ കറുപ്പും വെളുപ്പും നിറത്തിലെ വ്യത്യസ്ത നിറങ്ങളിൽ ആൾക്കാരുണ്ട് ഇതിനകത്ത്. കുറേ പേരുണ്ട്. വലിയ മീനുകളാണ്. ഇവരൊക്കെ എങ്ങനെയാണോ ഇതിൽ കൊണ്ടുവന്നിട്ട്. എന്തായാലും സകല ജില്ലകളും സഞ്ചരിച്ച് വന്ന മത്സ്യങ്ങളാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കുറേ ഷാർക്കൊക്കെ ഉണ്ട്. കറുപ്പും വെള്ളയും പിങ്കും നിറത്തിലെ ഷാർക്കുകളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികളൊക്കെ വന്ന് അമ്പരന്ന് നിൽപ്പുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് എത്രയും തിരക്കുറവ്. ഇനിയിപ്പോൾ നാളെ മുതൽ നല്ല തിരക്കായിരിക്കും. സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതിനൊക്കെ പേര് വെച്ചുകൂടെ ഇവർക്ക്? തോട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു മീനെ പോലത്തെ ഒരു മീൻ ഇവിടെ ഉണ്ട്. വല്ല റെഡ് കളറൊക്കെ ഉള്ളതുകൊണ്ട് അക്വേറിയം മീനാണ്, ഫിഷാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇതിൻ്റെ പേര് അതെനിക്കറിയാം. ഇതിൻ്റെ പേരാണ് ഓസ്കാർ. ഇത് കൈയിട്ടാൽ കടിക്കും എന്നും എനിക്കറിയാം. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കടി കിട്ടിയിട്ടുണ്ട്. മത്സ്യത്തെ കുറിച്ച് നീണ്ട പഠനം നടത്തുന്ന ആൾക്കാർ ഞാൻ മത്സ്യത്തിൻ്റെ പേര് തെറ്റിച്ചാൽ എന്നെ ദൈവവേദങ്ങളേറെ കേട്ടരുത്. എനിക്കറിയില്ല. അത് ഞാൻ ആദ്യം തന്നെ പറയുന്നു. ഇവിടെ ഒരു വലിയ മീൻ. അവർ തന്നെ ആലോചിക്കുമായിരിക്കും ഞങ്ങളിപ്പോൾ ഏത് ജില്ലയിലാണോ ആവുമെന്ന്. കടലിൽ കിടന്ന മീനെ പിടിച്ച് കുപ്പിയിലിട്ട് വെച്ചേക്കുക. അതേ പാമ്പ്. പണിയെടുക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. 4 പേരും വെറുതെ കിടന്നുറങ്ങാം. നീന്താനൊന്നും വയ്യ. ഇപ്പുറത്തിതാ ഇതെന്താ ഇത്? സിലോപ്പിയോ? അത് കരിമീനാണ്. സിലോപ്പിയും കരിമീനും ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇരിക്കാറ്. ഇതെന്താ ഇതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കരിമീനും സിലോപ്പിയെല്ലാം ആയിരിക്കും. ഇനി വളർത്തുന്ന വേറെ വല്ല മീനാണോ എന്ന് എനിക്കറിയില്ല. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഹായ്. അടുത്തത് നമ്മൾ കടലിനകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ തലയുടെ മേളിൽ കൂടെ ഒക്കെ മീൻ പോകുന്നുണ്ട്. പക്ഷേ അവരെന്നെ കാണുന്നില്ല എന്നാ തോന്നുന്നു. എനക്കൊന്നുമില്ല. അവിടെ ആരുമില്ല. ഞാനും മത്സ്യങ്ങളും ഞങ്ങളുടെ ക്യാമറാമാൻ മാത്രം. മീനെയൊക്കെ വളർത്തുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പിള്ളേർക്ക് ശനി ഞായറൊക്കെ ആയിട്ട് ഫോണൊക്കെ കൊടുത്ത് അവിടെ ഇരുത്താതെ നേരെ ഇവിടെ കൊണ്ടുപോരെ. ഒരു ദിവസം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവട്ടെ. ഇതൊക്കെ കാണട്ടെ അവർ. ഇവൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ കുറേ പേരുണ്ട്. പള്ളത്തിയാന്ന് തോന്നുന്നു. ഹായ് മത്തി, ചാള. ഇവര് മത്സ്യങ്ങളൊക്കെ തീർന്നിട്ട് മത്തി വേറെ പല കരിമീനെയൊക്കെ പിടിച്ച് കുപ്പിയിലിട്ട് വെച്ചേക്കാ. ഞാനിനി മത്തിയും ചാളയൊക്കെ എവിടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ കാണാൻ വരാതിരിക്കരുത് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാ. ചുമ്മാതല്ല. അപ്പുറത്തെ തിരക്കൊന്നും ഇല്ല. ഇവിടെ കുറെ മത്സ്യകന്യകമാർ കിടപ്പുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കായി. ഈ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം. അപ്പുറത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല.
ഞാൻ ആദ്യമായിട്ട് ഒരു മത്സ്യകന്യകയെ കാണുന്നത്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരികളായ മത്സ്യകന്യകകൾ. ചുമ്മാ അല്ല ചേട്ടന്മാർ ഇവിടെ തന്നെ നിൽക്കണം. ഇപ്പം മനസ്സിലായില്ല എന്താ അപ്പുറത്ത് തിരക്കില്ലാഞ്ഞെന്ന്. മത്സ്യകന്യക വെള്ളത്തിലായിപ്പോയല്ല, ഞാൻ പിടിച്ചൊരു ഇൻ്റർവ്യൂ എടുത്തേനെ. പോവാ. നല്ല കുത്താമ്പള്ളി കൈത്തറി സാധനങ്ങൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വന്ന് അരിച്ചു പെറുക്കി നോക്കിക്കോട്ടോ. പലതരം കളറിൽ വെറൈറ്റികളിൽ ഇഷ്ടം പോലെ മിഠായികളാണ് ഇവിടെ. എന്തൊക്കെയുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. കണ്ടിട്ട് വായിൽ കപ്പലോടുന്നുണ്ട്. കപ്പലോടാൻ പറ്റിയ വേറെ കുറേ ഐറ്റംസ് കൂടി ഇവിടെ ഉണ്ട്. നല്ല വെറൈറ്റി ഓഫ് അച്ചാറുകളാണ് ഗൈസ്. ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതും എല്ലാം ഉണ്ട്. മാങ്ങ എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഈ പരിപാടിക്ക് പോയാലും ഒരു മാങ്ങ വാങ്ങിച്ച് കഴിക്കും. കൊള്ളാം, ഇത് വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്കിഷ്ടമായി. ഹായ് കണ്ണേട്ടാ, അത് നാരങ്ങ മിഠായി. നാരങ്ങ മിഠായി ഉണ്ട്, ഗ്യാസ് മിഠായി ഉണ്ട്, പുളിമിഠായി ഉണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ നല്ല സ്വാദൂറും മിഠായികളാണ്. വെറൈറ്റി സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് കോയിൻ മിഠായി ഉണ്ട്. ഇതെന്താ ചേട്ടാ? ഇത് പുളിയാ, സ്പൂൺ പുളി. സ്പൂൺ പുളി. ഇതിന് എത്രയാ? 20 രൂപയുള്ളൂ. ഏതെടുത്താലും 20 രൂപ. സ്പൂണില് പുളിയൊക്കെ വെച്ചിട്ട് പുളി മിഠായി ഉണ്ട്. കൈപ്പറ്റ കോഴിക്കോടൻ വെറൈറ്റി ഐറ്റങ്ങളാണ് ഇതെല്ലാം. എല്ലാം ഹോം മെയ്ഡാണ്, കോഴിക്കോട് തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതെന്താ? ഇത് പുളിപ്പൊടി. പുളിപ്പൊടി. പുളിയുടെ ഒരു വെറൈറ്റി സാധനങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ. ഇതും പുളി. ഇവിടെ പുളി അച്ചാറുണ്ട്. മിഠായി കടയാണെങ്കിലും പുളി അച്ചാറുണ്ട്. കൊള്ളാം. സിഗരറ്റ്. ഇതെന്താ ചേട്ടാ? ഇത് കട്ടി മിഠായി പറയും. കട്ടി. ആ, നമ്മുടെ ത്രാസ് കട്ടിയുടെ ഷേപ്പിലിരിക്കുക, അതുകൊണ്ട് അതിനെ ത്രാസ് കട്ടി മിഠായി എന്ന് വിളിക്കാം. ഇതോ? ഇതും പുളിയാണോ? ഇത് പുളിയല്ല, ഇതൊരു ശർക്കര കട്ടി. ഇത് ശർക്കര മിഠായി. ശർക്കരയാ. പേട മിഠായി. ഇത് അരുൾ ജ്യോതി. എന്താ അരുൾ ജ്യോതി പറയും. എന്തുവാ? ജോക്കർ മിഠായി പറയും. അങ്ങനെ അരുൾ ജ്യോതി എന്നാ പേര് പറഞ്ഞത്. കേട്ടിട്ട് വലിയ എന്തോ ബാഹുബലിയുടെ ഒക്കെ പേര് പറയുന്ന പോലെ എന്തോ ഒരു മിഠായിയാണ്. പേരൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. ഏതോ വലിയ മിഠായിയാണ്. ജോക്കറിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പൈസ കൊടുത്താൽ പോലും ഇപ്പൊ കിട്ടില്ല. ഇതോ? ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ആദ്യമായിട്ടാ കേൾക്കണേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. പണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള മിഠായിയാണെന്നാ തോന്നുന്നത്. അരുൾ ജ്യോതി എന്ന് പേര് കേട്ടപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചു നോക്കിയതാ. എന്താ ഏതോ രാജകീയ മിഠായിയാ. ഇത് അടുത്ത ദിവസം ആയതുകൊണ്ട് ഷോപ്സ് ഒക്കെ തുറക്കുന്നതേ ഉള്ളൂ. നാളെ മുതൽ പിള്ളേരുമായിട്ട് ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നേരെ ഇങ്ങോട്ട് പോരെ. രാത്രി 9:30 വരെ എക്സ്പോ ഉണ്ട്. അപ്പോൾ അക്വേറിയവും ഷോപ്പിങ്ങും മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പിള്ളേർക്ക് പറ്റിയ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നേരെ മറൈൻ എക്സ്പോയിലേക്ക് പോരെ. ഇവിടെ നല്ല കളർഫുൾ ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.